ക്രിസ്മസ് ഒക്കെ ആയിട്ട് എന്നാ പരിപാടി? എനിക്കിവിടെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. എന്നത്തേം പോലൊക്കെ തന്നെ. മഞ്ഞാണ്, തണുപ്പാണ്, മടിയുമാണ്. എന്നാലും എനിക്ക് തോന്നുന്നു ഇന്ന് ഇച്ചിരി തണുപ്പ് കുറവുണ്ടായിരുന്നെന്ന്. ഇപ്പൊ ഒക്കെ ഞാൻ എന്ത് ചെയ്താലും എന്റെ മക്കൾ എന്റെ പുറകെ കാണുവേ. ഇച്ചിരി കഴിയുമ്പോൾ നമുക്കറിയാലോ, മൈൻഡ് പോലും ചെയ്യത്തില്ല. ഇടയ്ക്ക് എല്ലാവർക്കും ഒരു പനിയൊക്കെ വന്നിട്ട് ആഴ്ചത്തേക്കിനെ യൂട്യൂബിലൊക്കെ ഒരു ഗ്യാപ്പ് ഇട്ടേക്കാന്ന് ഞാൻ വിചാരിച്ചു. ഒരാഴ്ച കഴിഞ്ഞു, ഒരു മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, അങ്ങനെ നീണ്ടുപോയി. ആ റൊട്ടീൻ തെറ്റിയതോടുകൂടി വീഡിയോ എടുപ്പ് നിന്നു. ഇപ്പൊ പിന്നെ രണ്ടും കൽപ്പിച്ചങ്ങ് തുടങ്ങി. ഇനി എത്ര നാളത്തേനാന്ന് ആർക്കറിയാം. എനിക്ക് പറ്റുന്ന എന്നാന്നറിയാവോ, ഈ റുട്ടീൻ തെറ്റുമ്പോ അല്ലെങ്കിൽ നമ്മൾ എന്നും ചെയ്യുന്ന കാര്യങ്ങളല്ലാതെ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ കയറി വരുമ്പോൾ എനിക്ക് ആകെപ്പാടെ കൺഫ്യൂഷൻ ആയിപ്പോകും. ഇന്നലെ ഞാൻ വീട്ടിൽ മരിച്ചു കിടന്ന് പണിയെടുത്തോണ്ട് ഇന്ന് എനിക്ക് പണി കുറവാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മുറ്റത്തോടൊക്കെ കുറച്ചു നേരം കറങ്ങി അടിച്ച് നടക്കാനും പറ്റി. നമ്മുടെ വീട്ടില് ക്രിസ്മസ് വൈബിനോട് ഇച്ചിരിയെങ്കിലും നീതി പുലർത്തുന്ന ഒരാൾ ഈ നക്ഷത്രമല്ലയാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. രാവിലെ എണീറ്റ് വരുമ്പോൾ ഈ റെഡ് കളറിൽ സ്റ്റാർ പോലെ നിൽക്കുന്നത് കാണും എനിക്കൊരു ക്രിസ്മസ് വൈബൊക്കെ തോന്നാറുണ്ട്. പക്ഷേ ആള് നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല. പുള്ളിയുടെ ഇഷ്ടത്തിന് വളർന്നു പോകുന്നൊരു ടൈപ്പാ. ഞാൻ ഉദ്ദേശിച്ചത് ഈ ആർച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ പേരയിലോട്ടങ്ങ് കയറി പോട്ടെ, ഒരു മരം പോലെ വളർന്ന് നിൽക്കട്ടെ. പക്ഷെ ആൾക്ക് നമ്മൾ പറയുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല. മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറ്റി വിടാൻ നോക്കാറുണ്ട്. കുറച്ചൊക്കെ പുള്ളിയുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കും. എന്നാലും മറ്റു ചെടികളെ ശല്യം ചെയ്യാൻ ഞാൻ അങ്ങനെ സമ്മതിക്കാറുമില്ല. ഇടയ്ക്ക് ഞാൻ ഒരു ഗ്യാപ്പ് ഇട്ടെന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് എന്റെ ചില ചെടികളൊക്കെ നഷ്ടപ്പെട്ടു പോയായിരുന്നേ. അത് ഗ്യാപ്പ് ഇട്ടുകൊണ്ട് മാത്രമല്ല, ചില ചെടികൾക്ക് ആയുസ് കുറവാണല്ലോ. ഇനി അതൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്തെടുക്കണം. പിന്നെ എല്ലാരെയും പോലെ തന്നെ എനിക്ക് പെട്ടെന്നൊരു ഞാരക ചേഞ്ച് മുറ്റത്തിന് വരുത്തണമെന്ന് ആഗ്രഹം വരും. ആ ഒരു തോന്നലാണ് ഈ ഗ്യാപ്പ് എടുക്കാനുള്ളതൊക്കെ മെയിൻ കാരണം. എന്നാ പിന്നെ അങ്ങനെ തുടങ്ങാം, ഇങ്ങനെ തുടങ്ങാം നമ്മൾ വെച്ചോണ്ടിരിക്കുമല്ലോ, അത് തന്നെ. എന്റെ റിയോ പ്ലാന്റ് ശ്വാസം മുട്ടി തിങ്ങി നിറഞ്ഞ് ഈ ചട്ടിക്കകത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ഇന്ന് അതിനെ ഒന്ന് മോചിപ്പിക്കാന്ന് വിചാരിച്ചു. അതിന്ന് കുറെ ഇങ്ങനെ അടത്തി എടുത്തിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒരു ബോർഡർ പോലെ കൊടുക്കാമല്ലോ. ഇപ്പൊ ഞാൻ ഈ തപ്പിക്കൊണ്ടിരിക്കുന്നത് എന്തുവാന്നറിയാവോ? കത്രിക. അന്തവില്ലായ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കിന്റെ അറ്റത്തിരുന്നിട്ട് ലോകം മുഴുവൻ തപ്പി.